aspirants, welcome back to Xylem Banking. So here we are. വീണ്ടും ഒരു നോട്ടിഫിക്കേഷനുമായിട്ട് നമ്മൾ എത്തിയിരിക്കുകയാണ്. സിഡ്ബിയുടെ നോട്ടിഫിക്കേഷൻ, സ്മോൾ ഇൻഡസ്ട്രീസ് ഡെവലപ്മെന്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായത് നമ്മുടെ MSMEയുടെ ഒക്കെ റെഗുലേറ്ററി ലൈസൻസിങ് ബോർഡായിട്ട് പ്രവർത്തിക്കുന്ന ഒരാളാണ് ഈ സിഡ്ബി. സോ സിഡ്ബി വെറുതെ ഒന്നും അങ്ങനെ നോട്ടിഫിക്കേഷൻ ഇടില്ല, ഇട്ട് കഴിഞ്ഞാൽ നല്ലൊരു പോസ്റ്റിലത്തേക്കായിരിക്കും. പോസ്റ്റ് കിട്ടി കഴിഞ്ഞാൽ ലൈഫ് സെറ്റാണ്. അപ്പോൾ ഏതൊക്കെയാണ് ആ പോസ്റ്റ്? ജനറൽ ഗ്രേഡ് A ആൻഡ് ഗ്രേഡ് ബി ജനറൽ ആൻഡ് സ്പെഷ്യലിസ്റ്റ് സ്ട്രീമിലേക്കാണ് വിളിച്ചിരിക്കുന്നത്. സോ നമുക്കിനി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ആപ്ലിക്കേഷന്റെ പോർട്ടൽ ഓൾറെഡി ഓപ്പൺ ആയിട്ടുണ്ട് നവംബർ 8 മുതൽ. സോ നിങ്ങൾ അപ്ലൈ ചെയ്ത് പേയ്മെന്റ് ചെയ്യേണ്ട അവസാന ദിവസം എന്ന് പറഞ്ഞ് ഡിസംബർ 2 2024 സോ അപ്ലൈ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരെല്ലാവരും തന്നെ ഡിസംബർ 2 മുന്നേ എന്ത് ചെയ്യുക? ഫീസ് അടച്ച് അപ്ലൈ ചെയ്യുക. എക്സാമിനേഷൻ 3 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഫസ്റ്റ് ഫേസ്, സെക്കൻഡ് ഫേസ്, തേർഡ് ഫേസ്. ഇതിൽ ഫസ്റ്റ് ഫേസ് ഡിസംബർ 22, സെക്കൻഡ് ഫേസ് 19 ആൻഡ് തേർഡ് വൺ ദാറ്റ് ഇസ് ദ ഇന്റർവ്യൂ ഓൺ ഫെബ്രുവരി 2025. സോ ഡിസംബർ 22 ഫസ്റ്റ് എക്സാം, ജനുവരി 19 സെക്കൻഡ് എക്സാം ആൻഡ് ഫെബ്രുവരിയിൽ നിങ്ങളുടെ ഇന്റർവ്യൂ. അപ്പം പറ്റുന്ന പോലെ എല്ലാ എക്സാംസും എഴുതണം. ബാങ്കിങ് ആസ്പിറൻസിന് അങ്ങനെ ഒരു ഗുണമുണ്ട്. സിലബസ് ഏകദേശം എല്ലായിടത്തും സെയിം ആയതുകൊണ്ട് ഒരുപാട് എക്സാംസ് എഴുതി കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാനും നന്നായിട്ട് വരുന്ന പരീക്ഷയ്ക്ക് നിങ്ങളുടെ സ്വപ്ന പരീക്ഷയ്ക്ക് വേണ്ടി നിങ്ങളെ പ്രാപ്തരാക്കാൻ നിങ്ങൾക്ക് ഒരുപാട് എക്സാംസ് എഴുതാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ട്. ഈ പരീക്ഷയുള്ള പേടിയൊക്കെ നിങ്ങൾക്ക് മാറ്റാനായിട്ട് എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക? പറ്റുന്ന എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യുക. കാരണം എവിടെയാണ് നമ്മുടെ ഭാഗ്യം ഇരിക്കുന്നത്, നമ്മുടെ ഹാർഡ് വർക്ക് എവിടെയാണ് നമുക്ക് റിസൾട്ട് തരുന്നത് നമുക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഡെഫിനറ്റ് ആയിട്ട് പറ്റുന്ന എല്ലാ പരീക്ഷകളും അറ്റൻഡ് ചെയ്യാനായിട്ട് നിങ്ങൾ ശ്രമിക്കാം. ഓക്കെ, സോ നിങ്ങൾക്ക് അറിയാം ഇതിൽ ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം ഇവരുടെ ശമ്പളമാണ്. നോക്കി, അപ്രോക്സിമേറ്റ് 1 ലക്ഷം അല്ലെങ്കിൽ 1,15,000 രൂപയൊക്കെ ശമ്പളം എന്ന് പറഞ്ഞാൽ ചില്ലറ കാര്യമാണോ? സോ ഇവിടെ നോക്കുകയാണെങ്കിൽ ജനറൽ സ്ട്രീം 50 വേക്കൻസീസ് ഉണ്ട്. ദെൻ ജനറൽ ലീഗൽ ഇൻഫർമേഷൻ ഇതെന്ന് പറയുമ്പോൾ മാനേജർ ഗ്രേഡ് ബി ആണ്. അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എക്കാണ് 50 വേക്കൻസീസ് ഉള്ളത്. മാനേജർ ഗ്രേഡ് ബിക്ക് 22 വേക്കൻസീസ് ആണുള്ളത്. അതിൽ ജനറൽ 10, ലീഗൽ 6, IT 6 എന്നുള്ള രീതിയിൽ കറക്റ്റായിട്ട് അവർ തിരിച്ചു തന്നിട്ടുണ്ട്. SC ST OBC EWSന്റെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഏത് കാറ്റഗറിയിലാണോ വരുന്നത് നിങ്ങൾക്ക് അത് നോക്കാവുന്നതാണ്. പിന്നെ നമ്മൾ ഈ നോട്ടിഫിക്കേഷൻ പറയുന്ന സമയത്ത് നിങ്ങൾ ഈ നോട്ടിഫിക്കേഷന്റെ PDF എടുത്ത് വെച്ചിരുന്നത് വളരെ നന്നായിരിക്കും. കാരണം നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ, ഈ പറയുന്നതിനൊപ്പം തന്നെ നിങ്ങൾക്കും സ്ക്രോൾ ചെയ്ത് നിങ്ങളുടെ മൊബൈലിലോ നിങ്ങളുടെ ലാപ്പിലോ നോക്കി മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കും. ഇനി ഏജ് ലിമിറ്റ്, അതായത് ആസ് ഓൺ November 8, 2024 നിങ്ങളുടെ മിനിമം ആൻഡ് മാക്സിമം ഏജ് ലിമിറ്റ് എത്രയായിരിക്കണം? ഗ്രേഡ് എക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 21, നോട്ട് ബിലോ 21 താഴെ ആവാൻ പാടില്ല, 30 മുകളിലാവാനും പാടില്ല. അതായത് കാൻഡിഡേറ്റ്സ് ബോൺ നോട്ട് ഏർലിയർ ദാൻ 8/11/1994, നോട്ട് ലേറ്റർ ദാൻ 9/11/2003. ഇത് ശ്രദ്ധിച്ചോണേ, ഇത് ഗ്രേഡ് എക്കാണ്. ഇനി ഗ്രേഡ് ബി എന്ന് പറയുമ്പോൾ നോട്ട് ബിലോ 25, നോട്ട് എക്സീഡിംഗ് 33. അതായത് not born earlier than 8/11/1991 and not later than 9/11/1999. സോ ഇത് ശ്രദ്ധിച്ചോണം. പിന്നെ നിങ്ങൾ ഏതെങ്കിലും ഒന്നിന് അപ്ലൈ ചെയ്യുക, എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ഏതെങ്കിലും ഒന്നിന് അപ്ലൈ ചെയ്ത് ആ ഒന്നിന് പഠിച്ച് എഴുതാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, സോ അടുത്ത നോക്കാം. അപ്പർ ഏജ് ലിമിറ്റ് ഉണ്ട്. SC STക്ക് ആണെങ്കിൽ 5 വർഷം, അതേർഡ് ബാക്ക്വേർഡ് ക്ലാസ്സസ് നോൺ ക്രീമി ലെയറിന് 3 വർഷം, PWBD പേഴ്സൺ വിത്ത് ബെഞ്ച്മാർക്ക് ഡിസബിലിറ്റിക്ക് 10 വർഷം, അതിൽ OBC ആണെങ്കിൽ 13, SC ST ആണെങ്കിൽ 15, എക്സ് സർവീസ് കാൻഡിഡേറ്റ്സ് ഉണ്ടെങ്കിൽ 5 വർഷം, പേഴ്സൺ അഫക്റ്റഡ് ബൈ 1984 റയറ്റ്സിന് 5 വർഷം. സോ ഇതാണ് ഏജ് റിലാക്സേഷൻ എന്ന് പറയുന്നത്. ഇനി എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷനിലേക്ക് വരുമ്പോൾ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് എ ജനറൽ ആണെങ്കിൽ മാക്സിമം നിങ്ങൾ നോക്കേണ്ടത്, നിങ്ങളുടെ മാക്സിമം ഏജ് 30 നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഗ്രാജുവേഷൻ ഇൻ കൊമേഴ്സ്, എക്കണോമിക്സ്, മാത്തമാറ്റിക്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ, എഞ്ചിനീയറിംഗ് ഏതുമാവാം. ബട്ട് മിനിമം 60% മാർക്സ് വേണം. SC ST PWBD ആണെങ്കിൽ 50%. ആൻഡ് താഴേക്ക് സ്പെഷ്യലിസ്റ്റ് പോസ്റ്റുകളുടെ അല്ലെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ആയിട്ട് നിങ്ങൾ ഇത് ഏതെങ്കിലും പഠിച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ ഏതെങ്കിലും പ്രത്യേക ഡിഗ്രി നിങ്ങൾക്ക് വേണമെന്നുള്ളതെല്ലാം തന്നിട്ടുണ്ട്. നിങ്ങളതൊന്ന് ഓടിച്ച് വായിച്ചോളാം. ഓൺലി ഫോർ കാൻഡിഡേറ്റ്സ് ഹാവിംഗ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, ഇതാണ് മിനിമം പോസ്റ്റ് ക്വാളിഫിക്കേഷനും വർക്ക് എക്സ്പീരിയൻസ് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ അതും കൂടെ ഒന്ന് നോക്കിക്കോണം. 2 വർഷത്തിലധികം എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഇതിന് അപ്ലൈ ചെയ്യാം. അപ്പോൾ അങ്ങനെ ഒരു കാര്യമുണ്ട്. എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം, പിന്നെ ജനറൽ എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപ്ലൈ ചെയ്യാനായിട്ട് സാധിക്കും. മാനേജർ ഗ്രേഡ് ബിക്ക് ഗ്രാജുവേഷൻ ഇൻ എനി ഡിസിപ്ലിൻ ഇക്വലന്റ് ടെക്നിക്കൽ ഓർ പ്രൊഫഷണൽ ക്വാളിഫിക്കേഷൻ വിത്ത് 60%. ഈ 60% മാർക്ക് എത്രയാണ് എന്ന് ചോദിക്കുമ്പോൾ അത് അറിയാത്തവരുണ്ടെങ്കിൽ അത് നോട്ടിഫിക്കേഷൻ അവർ ക്ലിയർ കട്ടായിട്ട് അവർ പറയുന്നുണ്ട്. നമ്മൾ അത് നോക്കുന്നതായിരിക്കും. നൗ മാനേജർ ഗ്രേഡ് ബിയുടെ ലീഗൽ ആണെങ്കിലും
അതിൻ്റെ തന്നെ ഇൻഫർമേഷൻ ടെക്നോളജിയുടെയും എസെൻഷ്യൽ ആയിട്ടുള്ള ഡിഗ്രി ഏതാണ്? ഇവിടെ ജനറലിൻ്റെ തന്നിട്ടുണ്ട്, ജനറൽ നമ്മൾ ഓൾറെഡി പറഞ്ഞു. ആൻഡ് ദെൻ കംസ് ലീഗൽ ആണെങ്കിൽ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ ലോയുടെ ആവശ്യമുണ്ട്. ആൻഡ് മറ്റേതാവുമ്പോൾ ബാച്ചിലേഴ്സ് ഡിഗ്രി ഇൻ എഞ്ചിനീയറിംഗ് ടെക്നോളജി, ഇൻ കമ്പ്യൂട്ടർ സയൻസ്, കമ്പ്യൂട്ടർ ടെക്നോളജി, ഇൻഫർമേഷൻ ടെക്നോളജി. അപ്പോൾ നമ്മൾ പറഞ്ഞു ഗ്രേഡ് എയുടേത് പറഞ്ഞു, ഗ്രേഡ് ബിയിൽ 3 എണ്ണം ഉണ്ട്, ജനറൽ ഉണ്ട്, ലീഗൽ ഉണ്ട്, IT ഉണ്ട്. അതിന് സ്പെസിഫൈഡ് ആയിട്ടുള്ള ഡിഗ്രി അവിടെ തന്നിട്ടുണ്ട്. അതിൽ ഏതാണ് നിങ്ങൾക്കുള്ളതെന്ന് നോക്കിയിട്ട് നിങ്ങൾ അതിന് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് നോക്കുക. ഓക്കെ, നൗ ഈ 6.75 10 സ്കെയിൽ 6.75 ഉണ്ടെങ്കിൽ 60% ഉണ്ട് ഫസ്റ്റ് ക്ലാസ് എന്നും. ഇത് നിങ്ങൾക്ക് ഓൾറെഡി അറിയായിരിക്കും, എന്നാലും അവർ നമുക്ക് നോട്ടിഫിക്കേഷൻ എടുത്ത് പറഞ്ഞിട്ടുണ്ട് ഇതാണ് നിങ്ങൾ നോക്കേണ്ടത്. നിങ്ങളുടെ സർട്ടിഫിക്കറ്റ് നോക്കിയിട്ട് വേണം നിങ്ങളിത് അപ്ലൈ ചെയ്യാൻ. 6.25 ആണെങ്കിൽ 55% എന്നുമാണ്. അപ്പം മിനിമം 60% ആണ്. SC ST PW BDക്കാണ് 50% പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അത് ശ്രദ്ധിച്ചോണം. സെലക്ഷൻ പ്രൊസീജിയർ ഞാൻ പറഞ്ഞു 3 ഫേസ് ആയിട്ടാണ് നടക്കുന്നത്. ഫേസ് 1 ഓൺലൈൻ സ്ക്രീനിങ് എക്സാമിനേഷൻ കൺസിസ്റ്റിംഗ് ഓഫ് 1 പേപ്പർ comprising 7 sections, total 200. 7 sections 200 മാർക്കിന്. അതായത് ഫസ്റ്റ് ഫേസിൽ 7 സെക്ഷൻ ഉണ്ട്, അതിൽ 200 മാർക്കിനാണ് വരുന്നത്. രണ്ടാമത്തെ ഫേസ് നോക്കുകയാണെങ്കിൽ ഫേസ് 2 നോക്കുകയാണെങ്കിൽ അതേപോലെ 2 പേപ്പർ 200 മാർക്കിന്. മൂന്നാമത്തെ ഫേസ് എന്ന് പറയുന്നത് 100 മാർക്കിനുള്ള ഇൻ്റർവ്യൂ ആണ്. ഓക്കെ, സോ which shall include 25% marks for notable achievements in extracurricular activities. District, state, national level ഒക്കെ നിങ്ങൾക്ക് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിനൊക്കെ നിങ്ങൾ അവാർഡ് ആണെങ്കിൽ ഓഫ് കോഴ്സ് നിങ്ങൾക്ക് അതും ഇവിടെ ബെനിഫിറ്റ് ഒരുപാട് ബെനിഫിഷ്യൽ ആവുന്നതാണ്. ഓക്കെ, നൗ ഫേസ് 1 എന്തൊക്കെയുണ്ട് അതാണ് നമുക്ക് ഇമ്പോർട്ടൻറ്റ്. ഇംഗ്ലീഷ്, റീസണിങ്, ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ്, കമ്പ്യൂട്ടർ നോളജ്, ജനറൽ അവയർനെസ്, MSME. അപ്പോൾ ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഇത്രയും നമുക്കറിയാം. നമ്മൾ ഇതിനു മുന്നേ വേറെ എക്സാംസിന് പ്രിപ്പയർ ചെയ്യുന്നത്, നമ്മുടെ വേറെ ബാങ്ക് എക്സാമിന് പ്രിപ്പയർ നമുക്കുള്ള സബ്ജക്റ്റാണ്. ഇതെല്ലാം തന്നെ ഒബ്ജക്റ്റീവാണ്. 30 ക്വസ്റ്റ്യൻ 30 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്, 25 ക്വസ്റ്റ്യൻ 25 മാർക്ക്. സോ അതുവരെ നമുക്ക് ഓക്കെ. ഇനി ജനറൽ അവയർനെസ്സും ബാങ്കിങ് ഫിനാൻഷ്യൽ സെക്ടറും ഓക്കെ, അതും നമ്മൾ ബാങ്കിങ്. ഇവിടെ എന്താ എക്സ്ട്രാ ഉള്ളത്? ഇവിടെയുള്ളത് MSMEയുടെ പോളിസി, റെഗുലേറ്ററി ആൻഡ് ലീഗൽ ഫ്രെയിംവർക്ക്, ഫൈനാൻസ് ആൻഡ് മാനേജ്മെന്റ്. ഇതിൽ MSME ഫോക്കസ് ചെയ്തുകൊണ്ടൊരു പേപ്പർ ഉണ്ട്. അതിന് നിങ്ങൾ ഡെഫിനറ്റ് ആയിട്ട് പഠിക്കണം. ആ ഒരു പേപ്പർ ആക്ച്വലി ഭയങ്കര എളുപ്പമാണ്. 30 ചോദ്യം 30 മാർക്ക്. നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്, സിമ്പിളാണെന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, പിന്നെ സ്ട്രീം സ്പെസിഫിക് ആയിട്ട് നിങ്ങൾ കൊടുക്കുകയാണ്. അങ്ങനെ കൊടുക്കുന്നവർക്ക് ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാത്തിനും അപ്ലൈ ചെയ്യാൻ പറ്റില്ല. ജനറൽ കൊടുക്കുന്നവർക്ക് ജനറൽ മാത്രമേ എഴുതാൻ പറ്റുള്ളൂ. എല്ലാത്തിനും ഓക്കെ എനിക്ക് സ്പെസിഫിക് സ്ട്രീമും ഉണ്ട്, അപ്പോൾ എനിക്ക് ജനറലും അപ്ലൈ ചെയ്യാം, സ്പെസിഫിക് സ്ട്രീമും അപ്ലൈ ചെയ്യാം. നോ, യു കാൻ ഡു ദാറ്റ്. യു ക്യാൻ ഓൺലി അപ്ലൈ ഫോർ 1. അങ്ങനെയാണ് നിങ്ങൾ സ്പെസിഫിക് സ്ട്രീമിനാണ് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ അതിൻ്റെ ഒരു ടെസ്റ്റും കൂടെ ഉണ്ടാവും. അതൊരു 50 ക്വസ്റ്റ്യൻ 50 മാർക്കിനായിരിക്കും. മൊത്തത്തിൽ നിങ്ങൾക്ക് 120 മിനിറ്റ് ആണ് കിട്ടുന്നത്. 200 ക്വസ്റ്റ്യൻ 200 മാർക്കായിരിക്കും. ഓക്കെ, നൗ കമ്മിങ് ടു ദി സെക്കൻഡ് ഫേസ്. രണ്ടാമത്തെ ഫേസ് 2 പേപ്പറേ ഉള്ളൂ. ഇവിടെ ശ്രദ്ധിക്കണം, ഈ അസിസ്റ്റന്റ് മാനേജർ ഗ്രേഡ് A ജനറൽ സ്ട്രീം ആൻഡ് ഇത് ഗ്രേഡ് ബിയുടെ ജനറൽ സ്ട്രീം ആരുടെയാണ് ഈ പറയുന്നത്. പേപ്പർ 1 ഇംഗ്ലീഷ് ലാംഗ്വേജ്, അതിൽ essay ഉണ്ടാവും, പ്രസ്സി റൈറ്റിംഗ് ഉണ്ടാവും, RC ഉണ്ടാവും, അതായത് റീഡിംഗ് കോംപ്രഹെൻഷൻ ഉണ്ടാവും. ഇത് ആക്ച്വലി നിങ്ങൾക്ക് ദിസ് പേപ്പർ ഓൺ ഇംഗ്ലീഷ് ഷാൽ ബി ഫ്രെയിംഡ് ഇൻ മാനർ ടു ആക്സസ് റൈറ്റിംഗ് സ്കിൽസ്. നിങ്ങളുടെ എക്സ്പ്രഷൻസ് ആവട്ടെ, നിങ്ങളുടെ അണ്ടർസ്റ്റാൻഡിംഗ് ഓഫ് ദ ടോപ്പിക് ഒക്കെയാണ് അവരിതിൽ നോക്കുന്നത് കൂടുതലും. ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവ് ആണ്, ടൈപ്പ് ചെയ്യണം, കീബോർഡ് യൂസ് ചെയ്ത്. 3 ക്വസ്റ്റൻ ഉണ്ടാവും, 75 മാർക്ക്, 75 മിനിറ്റ് ആയിരിക്കും ഉണ്ടാവുക. ആൻഡ് പേപ്പർ 2 ഞാൻ നേരത്തെ പറഞ്ഞ MSME ആണ് ഇതിൽ ഇമ്പോർട്ടൻസ് വരുന്നത്. നിങ്ങൾക്ക് മനസ്സിലായി, സിഡ്ബി എന്ന് പറയുമ്പോൾ എന്താ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. സോ MSME റിലേറ്റഡ് ചെയ്ത കുറച്ച് ടോപ്പിക്സ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതും ഓൺലൈൻ ഒബ്ജക്റ്റീവ് ആണ്, ബൈലിംഗ്വൽ ആണ്, ഹിന്ദി ഓർ ഇംഗ്ലീഷ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. 75-60 മിനിറ്റ് എന്നുള്ള രീതിയിലും. ദെൻ അതുപോലെ തന്നെ വീണ്ടും നമ്മൾ നോക്കണേ 10 ക്വസ്റ്റ്യൻ വിൽ ബി ആസ്ക്ഡ് ടു റിക്വയർഡ് അറ്റംപ്റ്റ് 4 ക്വസ്റ്റ്യൻസ് of which candidates will be required to attempt 4 questions, 2 to 15 marks each with difficulty level and 2 to 10 marks each. അപ്പം അവിടെ തന്നെ നിങ്ങൾക്ക് ഓപ്ഷണൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട്. 50 മാർക്ക് 75 അതായിരിക്കുന്നു. അത് കുറച്ചും കൂടി ഓൺലൈൻ ഒബ്ജക്റ്റീവും ഉണ്ട്, ഓൺലൈൻ ഡിസ്ക്രിപ്റ്റീവും ഉണ്ട് പേപ്പർ 2. അപ്പോൾ ഓൺലൈൻ ഒബ്ജക്റ്റീവ് നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അപ്രോക്സിമേറ്റ് 50 ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം 75 മാർക്കിന്. അതേസമയം ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ 10 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. അതിൽ 4 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും, കുറച്ച് ഡിഫിക്കൽട്ടി ലെവൽ കൂടിയതുണ്ടാവും, അല്ലാത്ത കുറച്ച് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. ഡിസ്ക്രിപ്റ്റീവ് നമ്മൾ ടൈപ്പ് ചെയ്ത് തന്നെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, നൗ ആപ്ലിക്കേഷൻ ഫീസ് എന്ന് പറയുന്നത് SC ST PWക്ക് ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. സ്റ്റാഫ് കാൻഡിഡേറ്റ്സ് ഓൾറെഡി വർക്കിംഗ് ആയിട്ടുള്ള കാൻഡിഡേറ്റ്സിനും ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല. ദെൻ ടോട്ടൽ ചാർജസ് ദാറ്റ് ഇസ് 175 റുപ്പീസ്. അതായത് മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ആപ്ലിക്കേഷൻ ഫീസ് ഇല്ല എന്നല്ല, ടോട്ടൽ ചാർജസ് വളരെ കുറവാണ് എന്നതാണ് ഞാൻ പറയേണ്ടത്. ശരിക്കും പറഞ്ഞാൽ SC ST PWDക്ക് എന്താണ് 175 രൂപയേ ഉള്ളൂ. അതേസമയം അതേഴ്സ് ഇൻക്ലൂഡിങ് OBC EWS ആൻഡ് ജനറൽ കാൻഡിഡേറ്റിന് 1100 രൂപയാണ് എന്ത് നമ്മുടെ ഫീസ് എന്ന് പറയുന്നത്. 925 ആപ്ലിക്കേഷൻ ഫീ, 175 ഇൻറ്റിമേഷൻ ചാർജ്, ടോട്ടൽ ചാർജസ് ഇസ് 1100 rupees.
ഓക്കെ, സോ ഡെഫിനറ്റ് ആയിട്ട് അത് ഞാൻ ആദ്യം SC ST ഇല്ലെന്ന് പറഞ്ഞു മക്കളെ, അത് മാച്ചേക്ക് SC ST ഉണ്ട് 175 രൂപയേ ഉള്ളൂ. പക്ഷേ അതേഴ്സ്, അതായത് ജനറൽ കാറ്റഗറിക്കും OBCക്കും EWSനും വരുമ്പോൾ അവിടെ 1100 രൂപ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നുണ്ട്. സോ പറ്റുന്നവരെല്ലാവരും എന്ത് ചെയ്യുക, അപ്ലൈ ചെയ്യുക, എഴുതുക. കാരണം വേറൊന്നുമല്ല, ഒരുപാട് പരീക്ഷകൾ എഴുതുമ്പോഴാണ് നമുക്ക് പരീക്ഷയുടെ സ്ട്രക്ചറും അതിൻ്റെ മാർക്കിങ്ങും അതിൻ്റെ ഒരു എങ്ങനെയാണ് ഒരു എക്സാം ക്രാക്ക് ചെയ്യേണ്ടത് എന്നൊരു ഐഡിയ കിട്ടുന്നതും നമ്മുടെ കോൺഫിഡൻസ് ബൂസ്റ്റ് ആവുന്നതും ഒക്കെ. അതായത് മൊത്തത്തിൽ നന്നായിട്ടൊരു പരീക്ഷ എഴുതി ജയിക്കുന്ന എല്ലാ വ്യക്തികളും ഒരുപാട് പരീക്ഷകൾ എഴുതി തോറ്റവരായിരിക്കും. പക്ഷേ തോൽവിയും വിജയവും രണ്ടാമത്തെ കാര്യമാണ്. എഴുതി കോൺഫിഡൻസ് ബിൽഡ് ചെയ്ത് നന്നായിട്ട് തൻ്റെ സ്ട്രോങ്ങും വീക്കർ ഏരിയയും മനസ്സിലാക്കി നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു സ്വപ്ന ജോലി ഉണ്ടാവുമല്ലോ, അതിലേക്ക് എത്താൻ വേണ്ടി നിങ്ങളെ സഹായിക്കാൻ പോകുന്നത് ഇതുപോലുള്ള എക്സാംസ് ആയിരിക്കും. ചിലപ്പോൾ ഇത് നിങ്ങൾക്ക് ക്രാക്കായി കിട്ടിയാൽ തന്നെ നിങ്ങൾ രക്ഷപ്പെട്ടു. നല്ല പൊസിഷനാണ്, നല്ല സാലറിയാണ്. സോ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്ത് എക്സാം അറ്റൻഡ് ചെയ്തതിന് ശേഷം അപ്പോൾ നിങ്ങൾ എന്നോട് താങ്ക്സ് പറയും, ബിക്കോസ് എഴുതാൻ തോന്നിപ്പിച്ചതിന്, എഴുതിയതിന്. അതുകൊണ്ട് ഉറപ്പായിട്ടും അടുത്ത നോട്ടിഫിക്കേഷനുമായിട്ട് ഇൻ ഡീറ്റെയിൽ നമുക്ക് കാണാം. സോ ടിൽ ദെൻ, താങ്ക് യു സോ മച്ച്, ടേക്ക് കെയർ, ബൈ.